രാഷ്ട്രപതി ഭരണം വേണമെന്നുള്ളൊരു ആവശ്യമാണ് ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. ഡൽഹി ഘടകം ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്നലെ കോടതി റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിനെ 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു. ഇതോടുകൂടി ഇതുവരെ ഇ.ഡി. കസ്റ്റഡിയിലാണ് കെജ്രിവാൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തീഹാർ ജയിലിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് അടിയന്തരമായി കത്ത് നൽകിക്കൊണ്ട് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. കാരണം ഇതിന്റെ കാരണമായി ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത് തീഹാർ ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് ഒരാൾക്ക് ഭരണം നടത്തുക അസാധ്യമാണ്. കാരണം തീഹാർ ജയിലിന്റെ നിയമം തന്നെ ആഴ്ചയിൽ രണ്ട് പേർക്ക് മാത്രമാണ് കയറി കാണാനുള്ള സൗകര്യം പോലും ഉള്ളത്. അങ്ങനെയുള്ള ഒരു ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഭരണം നടത്താൻ കഴിയുക എന്നതാണ് ഡൽഹിയിലെ പ്രതിപക്ഷമായിട്ടുള്ള ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നത്. അതിനാൽ ഭരണഘടനാ പ്രതിസന്ധി രാജ്യ തലസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ടെന്നും എത്രയും വേഗം ഇപ്പോഴത്തെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നതാണ് ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇതേ വിഷയം ചൂണ്ടിക്കാണിച്ച് നേരത്തെ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ബി.ജെ.പി. പ്രകടനവും മറ്റ് പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇത്തരത്തിലൊരു കത്ത് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.